അച്ഛാ ഈശോമിശിഹായെ സ്വീകരിക്കട്ടെ. എറണാകുളം ഞാൻ മുമ്പേ വിളിച്ച ചേട്ടനാ അച്ഛാ. എന്റെ പേര് ജോഷു എന്നാ. ഞാൻ ഒരു പരാതി പറയാൻ വിളിച്ചതാ അച്ഛാ. അതിനകത്ത് ഏകം മീഡിയക്ക് വിളിച്ചിട്ട് അവർ പറയുന്നത് ഇത് നുണ പറയുക എന്നോട്. ഏകം മീഡിയയുടെ നമ്പർ അല്ലെന്ന്. ആദ്യം അതേന്ന് പറഞ്ഞു. അതേ ഞാൻ അച്ഛനല്ല. ആരാ വേണ്ടത്? അല്ല, എനിക്ക് ആരെയാണെങ്കിലും കുഴപ്പമില്ല. ഇതൊന്ന് പറയാനായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഗുരുതരമായ ഒരു തെറ്റ് പറ്റി അതൊന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് എറണാകുളത്ത് ആരാ ഉള്ള കേൾക്കാൻ മനസ്സുള്ള ആരെങ്കിലും അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി, കൊടുത്താൽ മതി. എന്റെ പേര് ജോഷുവ. അപ്പൊ തെറ്റ് ചെയ്യുന്നവരെ തിരുത്തണം എന്ന് കത്തോലിക്ക സഭയുടെ 14 പുണ്യപ്രവർത്തികളിൽ ഒന്നാണ് കാരുണ്യ പ്രവർത്തി. ഇങ്ങോട്ട് വിളിച്ചാണോ അതോ മൗണ്ട് സെന്റ് തോമസിലേക്ക് വിളിച്ചാണോ? അതാണ് അല്ല, എറണാകുളം രൂപതയുടെ ചാനലല്ലേ ഏകം ന്യൂസ്. ഹോൾഡ് ചെയ്തേ. ഓക്കെ. ഹലോ. ഈശോമിശിഹായെ സ്വീകരിക്കട്ടെ. ഇത് എറണാകുളം രൂപതയിലെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഒരു അച്ഛനോ ആണോ? അല്ല, ഇത് ഓഫീസാണ്. ഞാൻ കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ കേട്ടോ. ഹലോ. ഹലോ, എറണാകുളം രൂപതയുടെ പബ്ലിക് റിലേഷൻ ഓഫീസറല്ലേ? അല്ല. പിന്നെ ഇതേതാ? ഹലോ, ഇത് പി ആർ ഓഫീസല്ലേ എറണാകുളം രൂപതയുടെ? പി ആർ ഒ ഓഫീസല്ലേ പബ്ലിക് റിലേഷൻ? സിസ്റ്റർ ആഞ്ചല അല്ലേ? ഓക്കെ. സിസ്റ്റർ അല്ലേ അതിന്റെ ചാർജ് ഉള്ളത്? നിങ്ങളുടെ ഡയറക്ടറിൽ ഏതാ കാണുന്നത്? എറണാകുളം രൂപതയുടെ ഡയറക്ടറിൽ ഇതിന്റെ ചാർജ്. ഇത് ഞാൻ തലശ്ശേരി രൂപത ജോഷു എന്നാണ് പേര്. വെള്ളരിക്കുണ്ട് എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്ത് നിന്നാണ് വിളിക്കുന്നത്. ഏകം മീഡിയയുടെ എല്ലാ വീഡിയോയും ഞാൻ എല്ലാ ദിവസവും കാണുന്നതാണ്. നിങ്ങൾ ഇട്ട വീഡിയോയ്ക്ക് അതാ പറഞ്ഞു, നിങ്ങൾ ഇട്ട വീഡിയോയ്ക്കകത്ത് ഗുരുതരമായ 2 തെറ്റുണ്ട്. അതൊന്ന് പറഞ്ഞു തന്നേക്കാന്ന് കരുതി. ബാക്കി നമ്പറിലൊന്നും വിളിച്ചിട്ട് ആരും എടുക്കുന്നില്ല. അല്ല, തിരക്കുണ്ട്. എന്നാലും നിങ്ങളിത് ഞങ്ങളെ സത്യം ബോധിപ്പിക്കാനായിട്ട്, പൊതുജനങ്ങളെ അറിയിക്കാനായിട്ടൊരു വീഡിയോ ഉണ്ടാക്കുമ്പോൾ അതിനായിട്ട് ഗുരുതരമായ 2 പെശക് അതിനകത്ത് വന്നുപോയി എന്ന് പറയുമ്പം അതൊന്ന് കേൾക്കാൻ സിസ്റ്ററെ ഒരു മനസ്സ് വേണ്ടേ? ഹലോ. ഹലോ. ഈശോമിശിഹായെ സ്വീകരിക്കട്ടെ. ഇതാരാ എടുത്തിരിക്കുന്നേ? ഇത് മാർട്ടിൻ അച്ഛൻ. അച്ഛാ, ഈശോമിശിഹായെ സ്വീകരിക്കട്ടെ. എന്റെ പേര് ജോഷു എന്നാണ്. ഞാൻ തലശ്ശേരി രൂപതയിലെ വെള്ളരിക്കുണ്ടി താമസിക്കുന്ന കൃഷിക്കാരനായ ഒരു സാധാരണക്കാരൻ മനുഷ്യന്റെ വിശ്വാസിയാണ്. ഞാൻ ഈ ഏകം ന്യൂസിന്റെ എല്ലാ വീഡിയോകളും കാണുന്നതാണ്. ഇന്നലെ അവർ പ്രസിദ്ധീകരിച്ച ഒരു ന്യൂസിനകത്ത് ഗുരുതരമായ 2 പെശകുണ്ട്. അതൊന്ന് പറഞ്ഞേക്കാന്നെങ്കിൽ അവരുടെ ഓഫീസിൽ വിളിച്ചിട്ട് സിസ്റ്റർ പറയുന്നത് ഇത് ഏകം മീഡിയയുടെ നമ്പറല്ല, എന്റെ പേഴ്സണൽ നമ്പറാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പറയുന്നതിനിടയ്ക്ക് കട്ട് ചെയ്യുവാണ്. അല്ല, അതെ, അതിനകത്തൊരു വ്യത്യാസമുള്ള ഏകം മീഡിയ ആണ് അതിരൂപതയുടെ ഇതായിട്ടുള്ളത്. ഈ കാര്യത്തെ കുറിച്ച് അതിന്റെ നിങ്ങൾ വിളിച്ചെന്ന് പറയുന്ന ഓഫീസ് ഏതാ? അല്ല, രൂപതയുടെ ഡയറക്ടറി കൊടുത്തിരിക്കുന്ന നമ്പറുകളിലെല്ലാം വിളിച്ചില്ല. അല്ല, ഏകം ന്യൂസ് എന്ന് പറഞ്ഞ രൂപതയുടെ ഡയറക്ടറിയിൽ നമ്പർ ഉണ്ടോ? അല്ലേ, പബ്ലിക് റിലേഷൻസിനകത്താണ് നമ്പർ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് എറണാകുളം രൂപതയുടെ ആണെന്നും പറഞ്ഞാണ് ഈ ന്യൂസ് കൊടുക്കുന്നത്. അതിന്റെ ചുമതലക്കാരൻ ആരാന്ന് അന്വേഷിക്കുമ്പോൾ പിന്നെ എറണാകുളം രൂപതയുടെ പബ്ലിക് റിലേഷൻ വിഭാഗമാണെന്നാണ് അറിയുന്നത്. അല്ലെങ്കിലും കുഴപ്പമില്ല അച്ഛാ. ഞാൻ പറഞ്ഞതേ, നമ്മുടെ രൂപതയെ സംബന്ധിച്ച് ഗുരുതരമായ 2 പെശക് പറഞ്ഞാൽ അച്ഛൻ അതൊന്ന് കേൾക്കാൻ മനസ്സുണ്ടോ? അവരിട്ടിരിക്കുന്നതിന് ഓഫീസിലാണ്. അല്ല, ഞാൻ ഒറ്റ മിനിറ്റ് കൊണ്ട് പറഞ്ഞോളാം അച്ഛാ. ആളുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അല്ല, ഒറ്റ മിനിറ്റ് കൊണ്ട് പറഞ്ഞോളാം. കേൾക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. എന്തോ അച്ഛാ? എന്റെ അടുത്ത ആളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു മിനിറ്റ് കൊണ്ടൊന്ന് പറഞ്ഞു തീർന്നു. 1 മിനിറ്റ് കൊണ്ട് പറയാച്ചാ. വൈദിക സമിതിയുടെ അടിയന്തര സമ്മേളനം നിവേദിതയിൽ എന്ന് പറഞ്ഞിട്ടാണ് ഈ ന്യൂസ് അവർ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് 300ഓളം വൈദികർ പങ്കെടുത്തു എന്ന് അവർ പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന വിഷ്വലുകളിൽ 103 പേര് മാത്രമേ ഇരിപ്പുള്ളൂ. ഞാനതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എണ്ണി നോക്കിയച്ചാ 103 പേരുടെ ഇരിക്കുന്ന ഒരു കാഴ്ച കാണിച്ചുകൊണ്ട് 300ഓളം പേർ പങ്കെടുത്തു എന്ന് നുണ പറയുകയാണ്. ഈ നുണ പറഞ്ഞ് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ഈ മീറ്റിങ്ങിന് പോകാത്ത, മാർപ്പാപ്പായെ അനുസരിക്കുന്നില്ല, തിരുസഭയോട് ചേർന്ന് നിൽക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കാൻ അവിടെ പോകാത്ത 200 വൈദികരെ കൂടി സംശയത്തിൻ്റെ കഴിനിഴലിൽ നിർത്തിയിട്ട് വിശ്വാസികളെ പച്ചയ്ക്ക് പറ്റിക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. ഇത് ഗുരുതരമായ തെറ്റാണ്. ഈ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ചും സഭാ നിയമം അനുസരിച്ചും ധാർമ്മിക നിയമം അനുസരിച്ചും ഒരു മാധ്യമം എന്ന് പറഞ്ഞിറങ്ങിയിട്ട് അവർ കാണിച്ചത് ഗുരുതരമായ കുറ്റകൃത്യമാണ് അച്ഛാ. ഈ 300ഓളം പേരെന്ന് പറഞ്ഞ് ഈ 103 പേരെ കാണിക്കുമ്പോൾ ഇത് കാണുന്ന ഈ വിശ്വാസികൾ 300 വരെ എണ്ണാൻ അറിയത്തില്ലാത്ത പൊട്ടന്മാരാന്ന് തെറ്റിദ്ധരിക്കാൻ മാത്രം വിഡ്ഢികളാണോ ഈ ഏകം മീഡിയയിലും ഏകം ന്യൂസിലും ഒക്കെ ഇരിക്കുന്നതെന്നാണ് എനിക്ക് സംശയം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്ന ഒരു അച്ഛൻ 2 കൈയും കൊണ്ട് ഇങ്ങനെ തല ചൊറിയുന്നത് നല്ല കറക്റ്റായിട്ട് ആ വീഡിയോയിൽ എടുത്തിട്ടിരിക്കുക. ഒരു മനുഷ്യൻ തല ചൊറിഞ്ഞായിരിക്കും, അത് ആ വീഡിയോയിൽ എടുത്തിരുന്നത്. അതുപോലെ 10-ലധികം അച്ഛന്മാരിക്കുന്നു നല്ല സൂപ്പറായിട്ട് ഉറങ്ങുക, അതും എടുത്ത് വീഡിയോയിൽ ഇട്ടിരിക്കുക. ഇനി ബാക്കിയുള്ളവരുടെ മുഖഭാവം അച്ഛനൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. എന്തോ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഇരിക്കുന്ന പോലെ അതിവിരസത അല്ല നിരാശ തിങ്ങിയ മുഖം. ഇങ്ങനെ ആരെങ്കിലും ഇരിക്കുന്ന അവരുടെ ഒരു ബോഡി ഷെയ്മിങ് പോലെയുള്ള വീഡിയോ എടുത്ത് നമ്മുടെ ചാനലിൽ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടേച്ചിടാൻ പറയാം. ഇത്രയുള്ള ചാ.
ഞാൻ കണ്ടിട്ടില്ല. അപമാനകരമാണ്. അച്ഛൻ ആ വീഡിയോ ഒന്ന് കാണുക. എന്നിട്ട് അത് നമ്മുടെ ഇതിൽ പെട്ട ആരെങ്കിലും ആണ് ചെയ്യുന്നെങ്കിൽ ഇത് ഇതുപോലെ ഇറങ്ങുന്നുണ്ട്. ഇത് ഒന്നും ഒഫീഷ്യൽ അല്ല, അതുകൊണ്ട് അങ്ങനെയുള്ളതേ ഞാൻ നോക്കുന്നുള്ളൂ. പക്ഷേ എറണാകുളം രൂപതയെ സംബന്ധിച്ചാണല്ലോ അച്ഛ ഇട്ടിരിക്കുന്നത്. നമ്മുടെ നിവേദിത കയറി പിന്നെ ആര് റെക്കോർഡ് ചെയ്യും വീഡിയോകൾ ഇതിനെക്കുറിച്ചാണ്? അല്ല അച്ഛാ, സത്യം ശരി, എനിക്കറിയാം അച്ഛാ, സഭയിലെ പ്രശ്നങ്ങൾ എനിക്കറിയാം. അതിനകത്ത് രൂക്ഷമാക്കാനോ കുത്തിത്തിരിപ്പുണ്ടാക്കാനോ അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന അച്ഛാ, നിവേദിത കയറി ഇത് റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമ്മളറിയാതെ പറ്റിയല്ലോ ഈ വീഡിയോ. ഓക്കെ അച്ഛാ, ഓക്കെ താങ്ക് യു. ഇത് ഗുരുതരമായ പെശകാന്ന് അച്ഛനൊന്ന് പറയണം. ഓക്കെ, താങ്ക് യു അച്ഛാ. ഓക്കെ താങ്ക് യു.